Hi dears, welcome back to my channel. ഇന്ന് നമുക്കൊരു നെക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അത് ഒരു സിംഗിൾ കളർ നൂല് കൊണ്ടാണ് ചെയ്യണം കേട്ടോ. ആദ്യമേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നെക്ക് ഡിസൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൈകൊണ്ട് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ താഴേക്കാണ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു സിംഗിൾ കളർ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് സിൽക്ക് ത്രെഡാണ് കേട്ടോ. അതാകുമ്പോൾ ഒരു ഷൈനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ അതുപോലെ നൂലെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യമേ ഇതിനൊരു ബോർഡർ ഒന്ന് ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ബോർഡർ വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ബോർഡർ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ചെയിൻ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ഞാൻ ബോർഡറിൽ ത്രെഡ് എടുത്തേക്കുന്നത് 4 സ്ട്രാൻഡ്സിലാണ്, 4 സ്ട്രാൻഡ്സിലാണ് ഇപ്പം ത്രെഡ് എടുത്തേക്കുന്നത് കേട്ടോ. നീഡിൽ സൈസ് അങ്ങനെ പ്രത്യേകിച്ചായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ത്രെഡ് കിടക്കുന്ന ഒരു നൂല് അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയിൻ സ്റ്റിച്ചിൽ നമുക്ക് ആദ്യമേ ഈ ഒരു ബോർഡർ ഒന്ന് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്ക് ചെയ്യേണ്ടത് ഫ്ലവറാണ്. ഫ്ലവറും പിന്നെ അതിന് താഴേക്ക് വരുന്ന ലീഫുമാണ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ സിംഗിൾ കളറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് സാറ്റിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യണമെന്ന്. നമ്മൾ ജസ്റ്റ് ഇതേപോലെ നൂല് മുകളിലേക്ക് എടുക്കുക, അതിന് ശേഷം താഴേക്ക് കുത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവറിൻ്റെ പെറ്റൽസ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫ്ലവറിന് വേണ്ടി എടുത്തേക്കുന്നത് 6 സ്ട്രാൻഡ്സിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. 6 അല്ലാന്നുണ്ടെങ്കിൽ 8 സ്ട്രാൻഡ്സിൽ. ഇതിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ത്രെഡ് എടുത്തിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഫുള്ളായിട്ട് ചെയ്തെടുക്കണേന്ന് നോക്കാം. ഇതേപോലെ എല്ലാ പെറ്റൽസും ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്തേക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഗ്യാപ്പില്ലേ, നമ്മൾ ആ ഒരു റൗണ്ടിൽ നമ്മൾ ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം ആ ഒരു ഗ്യാപ്പും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കിട്ടും.
അപ്പോൾ അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് സ്റ്റെം സ്റ്റിച്ചാണ്. സ്റ്റെം സ്റ്റിച്ച് കൊടുക്കാനും ഞാൻ ഇതേപോലെ 4 സ്ട്രാൻഡ്സിലാണ് നൂലെടുത്തേക്കുന്നത്. നമുക്ക് ഫ്ലവർ മാത്രം 8 സ്ട്രാൻഡ്സിലൊക്കെ എടുത്താൽ മതിയാവും. ബാക്കിയെല്ലാം നമുക്ക് 4 സ്ട്രാൻഡ്സിൽ എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ വേറെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് കേട്ടോ. സ്റ്റെം സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ലീഫാണ് ചെയ്യുന്നത്. ലീഫ് സ്റ്റിച്ച് ഞാൻ എല്ലാ വീഡിയോസിലും തന്നെ ഒരുമാതിരിപ്പെട്ട എല്ലാ വീഡിയോയിലും തന്നെ കാണിച്ചിട്ടുണ്ട് ലീഫ് സ്റ്റിച്ച്. അതേപോലെ തന്നെ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ഇതിനും കൊടുക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് ലീഫ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഡിസൈൻ നമ്മൾ ഇതേപോലെയാണ് ബാക്കിയെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏറ്റവും സെൻറ്ററിൽ വരുന്നതിന് കുറച്ച് ലെങ്ത് കൂട്ടി ബാക്കിയുള്ളതിന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓരോ ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് വീതം കുറച്ച് അങ്ങനെ നമുക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ഇത് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ ഒറ്റ കളർ ത്രെഡിലാണ് ഇത് ചെയ്തെടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതേപോലെ നമ്മൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് ത്രെഡിൻ്റെ കളർ മാറ്റി കൊടുക്കാം. അങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മൾ സിൽക്കിൻ്റെ ത്രെഡ് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അത് മാത്രമേ ഞാൻ പറയണുള്ളൂ, കാരണം നല്ലൊരു ഷൈനിങ് കിട്ടും. അപ്പോൾ അതുപോലെ നമുക്കിത് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കുമ്പോഴത്തേനും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എന്തായാലും ഔട്ട്ലുക്ക് നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.